السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബിദിനാഘോഷം എന്നതാണ് നമ്മുടെ വിഷയം. എന്താണ് നബിദിനാഘോഷം കൊണ്ട് ലോക മുസ്ലിമീങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ പറയുന്നതായിട്ട് കാണാം. അന്ന അസുല അമലിൽ മൗലിദിൽ ലദീ ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅതു മാ തയസ്സറ മിനൽ ഖുർആൻ വറിവായത്തിൽ അഖ്ബാർ ഫിൽ മബ്ദഇ അംറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖാ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അല്പം ഖുർആൻ ഓതുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ട അത്ഭുത കാര്യങ്ങൾ പറയുകയും പിന്നെ ജനങ്ങൾ ഭക്ഷണം കഴിച്ച് പിരിയുകയും ചെയ്യുക എന്നതാണ് ലോക മുസ്ലിമീങ്ങൾ നബിദിനാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ആചാരം ഇങ്ങനെയുള്ളൊരു ആചാരം അത് നല്ല ആചാരമാണെന്നും അത് പുണ്യകർമ്മമാണെന്നും ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂ ഉസാമയും തന്റെ അൽ ബാഇസ് എന്ന ഗ്രന്ഥത്തിൽ 120-ാം പേജിൽ ഇതേ ആശയം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫത്ഹുൽ മുബീൻ എന്ന ഗ്രന്ഥത്തിലും 108-ാം പേജിൽ ഇതേ ആശയം പറയുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്കൊന്ന് കടന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ, തങ്ങൾ പറയുക, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ്. ആ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലസീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും അവിടുന്ന് മഹബ്ബത്ത് വെക്കുകയും ചെയ്തവർ വിജയികളാകുന്നു. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വമിൻ തഅളീമിഹി അമലുൽ മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് അവിടുത്തെ മേൽ മൗലിദാഘോഷം നടത്തുക എന്നുള്ളത്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി പരിശുദ്ധമായ ഹദീസിലേക്കൊന്ന് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ചയുടെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാക യൗമുൻ ഉലിത്തു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായിട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഘോഷത്തിൽപ്പെട്ടതാണ്, അവിടുന്ന് ബഹുമാനിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ഈ മൗലിദാഘോഷം നടത്തുക എന്നുള്ളത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്തിലധികം പറയണം, ബിദഅത്തുകാരുടെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നവർക്ക്, അവിടുത്തെ മേൽ ആഘോഷം നടത്തുന്നവർക്ക് ഫലഹു അജ്റുൻ അളീമുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വന്നമായ പ്രതിഫലമുണ്ടെന്നാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള ആശയങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷം ബിദഅത്താണെന്നും നബിദിനാഘോഷം ശിർക്കാണെന്നും വാദിക്കുന്ന ചില്ലറക്കാരായ വിധേയികൾക്ക് പറ്റിയ വിഡ്ഢിത്വമല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? എന്നാൽ ഇത്രയും ആളുകളുടെ ആശയങ്ങൾക്ക് ഒരു പുല്ലുവലയം കൽപ്പിക്കാതെ വാക്കിലേക്ക് വിട നൽകുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.